പ്രിയ ദൈവ പൈതലേ, നമ്മുടെ അരുമനാഥൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട് കർത്താവിൻ്റെ വരവിനായി? കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയങ്ങൾ മുൻപിലുണ്ട്. ഏത് നിമിഷവും കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കാം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം പ്രാർത്ഥനയിലും പാട്ടിലും ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയും നാം സമയങ്ങളെ വേർതിരിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യാശയുള്ള ദൈവജനം എന്നോട് ചേർന്നൊന്ന് പാടാമോ? നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. എല്ലാ പ്രിയപ്പെട്ടവരും, നമുക്ക് അവസാന നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളത് വരെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മൾ ഒരുങ്ങണം. പ്രിയ സഹോദരങ്ങളെ, ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കും. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നമ്മളെ ഏതെല്ലാം വിധത്തിൽ നമ്മുടെ സമാധാനത്തെ പറിച്ചെറിയാൻ കഴിയുമോ അതെല്ലാം അത് ചെയ്യും. പോട്ടെന്നേ, നാം കർത്താവിന് വേണ്ടി ജീവിക്കുന്ന നമ്മളെ കർത്താവ് നിലനിർത്തുമെന്നേ. ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മളെ കൈവിടുകയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്നോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, അപ്പാ ഇന്നും ഞാൻ ശക്തിപ്പെടണം, അപ്പം അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന ദൈവസന്നിധിയിൽ ഒന്ന് താണിരുന്നു കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ ശക്തീകരിക്കും, ദൈവം നിന്നെ ബലപ്പെടുത്തും. അവൻ്റെ വരവോളം നമുക്ക് വിശ്വസ്തരായി ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. ദൈവമായ കർത്താവ് ഈ പ്രഭാതത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.